ഹായ് ഓൾ, നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്യാം. വാട്ട് വിൽ ഫോളോ ഇഫ് എ മണി ബിൽ ഇസ് സബ്സ്റ്റാൻഷ്യലി അമെൻഡഡ് ബൈ രാജ്യസഭ? സോ ഇവിടെ നമ്മൾ മണി ബില്ലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആദ്യം അറിയണം. ഒന്ന്, മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ട്, ലോക്സഭയ്ക്ക് എപ്പോഴും മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസഭയ്ക്ക് എപ്പോഴും മണി ബില്ലിൻ്റെ കാര്യത്തിൽ ലിമിറ്റഡ് റോൾസ് ആൻഡ് പവേഴ്സേ ഉള്ളൂ. ലോക്സഭയ്ക്കാണ് രാജ്യസഭേനേക്കാളും കൂടുതൽ മണി ബില്ലിൻ്റെ കാര്യത്തിൽ പവർ ഉള്ളത്. മൂന്ന്, ഒരു മിനിസ്റ്റർക്ക് മാത്രമേ മണി ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നാല്, പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് ആവശ്യമാണ്. മണി ബില്ലിന് വിത്ത് ദ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് മാത്രമേ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ച്, രാജ്യസഭയും ലോക്സഭയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഈ ഒരു കാര്യത്തിൽ മണി ബില്ലിൻ്റെ പേരിൽ വന്നാൽ ഒരിക്കലും ഒരു ജോയിൻറ്റ് സിറ്റിംഗ് പ്രസിഡൻറ്റ് വെക്കില്ല. ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ പ്രൊവിഷൻ മണി ബില്ലിന് ഇല്ല. ഓക്കെ, ഇനി രാജ്യസഭയുടെ കേസ് ലിമിറ്റഡ് റോൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മണി ബില്ല് ലോക്സഭയിൽ നിന്ന് പാസ്സായി രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് അമെൻഡ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് റീകൺസിഡറേഷന് തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കാൻ പറ്റും. പക്ഷേ ആ റീകൺസിഡറേഷൻ അല്ലെങ്കിൽ ആ അമെൻമെൻറ്റ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? ലോക്സഭയ്ക്ക് തീരുമാനിക്കാം. ലോക്സഭയ്ക്ക് അത് എടുക്കാതെ ഇരിക്കാം. പക്ഷേ രാജ്യസഭയ്ക്ക് എപ്പോഴും ലിമിറ്റഡ് റോൾസേ ഉള്ളൂ. അതും വിത്തിൻ 14 days 14 ദിവസത്തിനുള്ളിൽ അവർ ഇതിനെക്കുറിച്ചൊരു കാര്യം പറയണം. ഇൻ കേസ് 14 ദിവസമായിട്ടും രാജ്യസഭ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഈ ബില്ലിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്സഭ അല്ലെങ്കിൽ 2 ഹൗസും ഇത് പാസ്സാക്കി എന്നാണ് അതിനർത്ഥം. നേരെ ഇത് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. പ്രസിഡൻറ്റിന് ഇത് റീകൺസിഡറേഷന് വിടാനായിട്ടുള്ള അധികാരമില്ല. ഒന്നെങ്കിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അസെൻറ്റ് കൊടുത്ത് വിടാം. കാരണം ഓൾറെഡി ഇത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് വഴി വന്നതായതുകൊണ്ട് നമുക്ക് പ്രസിഡൻറ്റിന് ഇത് റീകൺസിഡറേഷന് വിടാനായിട്ടുള്ള അതോറിറ്റി ഇല്ല. ഇതൊക്കെയാണ് ഒരു മണി ബില്ലിൻ്റെ ഫീച്ചേഴ്സ്. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ അറിഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഡി എന്നുള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. കാരണം അവിടെ എന്താണ് ജോയിൻറ്റ് സിറ്റിംഗ് വെക്കാൻ പറ്റും എന്നാണ് പറയണേ, ഒരിക്കലുമില്ല. അതേപോലെ ബി എന്നുള്ള ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ലോക്സഭ കനോട്ട് കൺസിഡർ ദ ബിൽ ഫെർദർ. അല്ല, ലോക്സഭയ്ക്ക് എപ്പോഴും അപ്പർ ഹാൻഡാണുള്ളത്. അടുത്ത് നമ്മൾ നോക്കിയേ, ലോക്സഭ മേ സെൻഡ് ദ ബിൽ ടു രാജ്യസഭ ഫോർ റീകൺസിഡറേഷൻ. ഒരിക്കലുമില്ല, ലോക്സഭയ്ക്കാണ് അപ്പർ ഹാൻഡ്, രാജ്യസഭയ്ക്ക് ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. സോ ഓപ്ഷൻ സിയും തെറ്റാണ്. Answer will be option A. The Lok Sabha may still proceed with the bill accepting or not accepting the recommendations of Rajya Sabha. Accept ചെയ്യാം, ചെയ്യാതിരിക്കാം, പക്ഷേ ലോക്സഭ ആ ബില്ലുമായിട്ട് മുന്നോട്ട് പോകും ഈവൺ ഇഫ് രാജ്യസഭ ആ ബില്ല് അമെൻഡ് ചെയ്യുകയാണെങ്കിൽ. താങ്ക് യു.